എത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും. സാധാരണ ഫീൽഡ് അല്ലാതെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ കിട്ടണം എന്നുള്ളൊരു അംബിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിപിനാണ്. കലാതിലകം, കലാപ്രതിഭ, നമ്മളുടെ പ്രിയ കൂട്ടുകാരനും ഇപ്പോൾ കോട്ടിവിറ്റിൽ പ്ലേസ്ഡായി ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിപിനിലേക്ക് പോവാം. ഹായ് വിപിൻ. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. കാർഡിയയിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ കോഡിങ് കറക്റ്റായിട്ട് എനിക്ക് എന്താണ് മെഡിക്കൽ കോഡിങ് എന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ബേസ്മെൻറ്റും എല്ലാം കിട്ടി. പിന്നെ ഇൻ്റർവ്യൂവിലാണെങ്കിലും ഇന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരും അതിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കാർഡിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ വിപിൻ്റെ? കാസർഗോഡ് കാടകം. ഓക്കെ, കാസർഗോഡ് ബ്രാഞ്ചിൽ പഠിച്ചതാണല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ കാർഡിയെക്കുറിച്ച് അറിഞ്ഞത്? മെഡിക്കൽ കോഡിങ് പഠിക്കാൻ തീരുമാനിച്ചതിന് ശേഷം കുറച്ച് റിസർച്ച് ചെയ്തു. ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതൊക്കെയാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കാർഡിയിൽ നിന്നാണ് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ കാർഡിയ ചൂസ് ചെയ്തു. എങ്ങനെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഷീഫ മാം ആയിരുന്നു ഉണ്ടായിരുന്നത്. മാം തുടക്കം മുതൽ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഓൺലൈനിലും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, വേറെ മാമും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഓഫ്ലൈനിൽ വന്നപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് എന്താണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെ പഠിച്ചാൽ CBSE ക്രാക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഷിഫ മാം പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നാന്നല്ലേ മെഡിക്കൽ കോഡിംഗ്? BSc സുവോളജി കംപ്ലീറ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞ് ആ ഒരു ഫീൽഡ് പോവാതെ ഒരു മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്താനുണ്ടായ ആ ഒരു മോട്ടിവേഷൻ എന്താ ഉണ്ടായത്? ഒന്നാമത് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടണം, പക്ഷേ ഒരു സാധാരണ ഫീൽഡ് അല്ലാതെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ കിട്ടണം എന്നുള്ളൊരു അംബിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിങ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ കോഡിങ്. ഓക്കെ, ഇപ്പോൾ കോട്ടിവിറ്റിയിലാണല്ലേ പ്ലേസ്ഡ് ആയിട്ടുള്ളത്? എങ്ങനെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു? നമ്മുടെ സപ്പോർട്ടീവ് ആയിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഗൈഡൻസ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും ഇവിടുന്ന് പഠിച്ചു പോയ സ്റ്റുഡൻസ് ഒരുപാടുണ്ടായിരുന്നു. അവർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാം ആയിരുന്നു, എക്സാം കഴിഞ്ഞിട്ട് ടെക്നിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ HR ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. കലാതിലകമാണ്, കലാതാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മേഖലയിലാണ് ഇയാൾ കലാതിലകമായത് അല്ലെങ്കിൽ കലാതാരമായി മികച്ചു നിട്ടുള്ളത്? ഞാൻ പൊതുവേ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്കൂൾ തലത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മൈമിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞാൻ പാർട്ട് ടൈമായിട്ട് മൈം പഠിപ്പിക്കാനും എൻ്റെ സാറിനെ ഒന്നിച്ച് ഞാൻ മൈം പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജ് ഫസ്റ്റ് അടിക്കാൻ സാധിച്ചു. സാറിനെ ഒന്നിച്ചാണ് ഞാൻ പോവാറ്, അസിസ്റ്റൻ്റായിട്ടാണ് പോവാറ്. ഇപ്രാവശ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡായിരുന്നു. പിന്നെ അതല്ലാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഇപ്പോൾ ലാസ്റ്റും റീസെൻ്റായിട്ട് ഇപ്പോൾ കുസാറ്റ് നടന്നതിൽ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ പഠിപ്പിക്കാനും ആസ് എ ടീച്ചറായിട്ടും പോകാറുണ്ട്. ഒരു നാടൻപാട്ട് കലാകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് കാർഡിയർ ടീമിന് വേണ്ടിയിട്ട് ഒരു 2 വരി. പൂങ്കുഴലുതാൻ പോകും പാഴ്മുളം കാറ്റിൽ, ആലിഴ വീഴും കാറ്റിൽ പോയി വരികേണം. താമരതൂവിൽ തൂവും തേനിളനീരും വേണ്ടിടുവോളം കണ്ണെ നീ നുകരേണം. എത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട. അരികത്തായി എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വിരിയും കുഞ്ഞുമുട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ഓക്കെ വിപിൻ, പാട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊമോഷൻസുള്ളൊരു മേഖലയാണ്. നീ എപ്പോഴും മെഡിക്കൽ കോഡറായിട്ട് മാത്രമല്ല നിലനിൽക്കുക, എനിക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ. എൻ്റെയും കാർഡിയയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ.